ഹായ് ഗുഡ് മോർണിംഗ്. സെറ്റായി നിൽക്കുക. എവിടെ ഉള്ളത് വെച്ചാല് കാലിക്കറ്റ് പെഡലേഴ്സ് നടത്തുന്ന ട്രയാത്ലോൺ, 6ാമത്തെ ട്രയാത്ലോൺ 2024. അതിന് വളണ്ടിയേഴ്സ് രജിസ്ട്രേഷൻ ഇരിക്കുക. കേൾക്കാമെന്ന് ടീമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വൈറ്റ് ഇട്ടവരൊക്കെ വളണ്ടിയേഴ്സാണ്. പ്രത്യേകരൊക്കെ ഓടി വരുന്നുണ്ട്. 6 മണിക്ക് കറക്റ്റ് നീന്തൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഈ സാറ് ഇവിടെ പേര് ചെയ്ത നമ്പർ ചെയ്ത നമ്മളെ ക്ലബിലെ മെയിൻ ബംഗാളി. ഹായ് ബംഗാളി. നിങ്ങളെ ലുക്ക് കണ്ടാലേ ബംഗാളി എന്താണ് സത്യം തോന്നുക. പക്ഷെ ഇപ്പൊ ബംഗാളിയാണ് ടോപ്പ്. ദേവശാലി ബംഗാളിയാണല്ലോ. കേക്ക് വളണ്ടിയേഴ്സ് രജിസ്ട്രേഷനാ. പേരും നമ്പറും പേരും നമ്പറും സേവ് ചെയ്ത. ചങ്ക് ബ്രോ കഫേ വർക്ക് സ്റ്റാൾ എൻ്റെ സപ്പോർട്ടിങ് അതുണ്ട്. പരിപാടി കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രസേട്ടനും അർഷദൊക്കെ വളരെ പ്ലാനിങ്ങിലാണ്. റൂട്ട് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിലാണ്. ഞാൻ ഓൾ മെമ്പേഴ്സ് കാര്യങ്ങൾ ഒക്കെ സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അത്ലറ്റ്സ് റൈറ്റ് സൈഡിലൊക്കെ നിൽക്കുന്ന അത്ലറ്റ്സുകളാണ്. ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ഇട്ടതൊക്കെ നമ്മളെ വളണ്ടിയേഴ്സാണ്. ഇതാണ് ശ്രീജിത്ത് യോഗി ശ്രീജിത്ത് അയൺമാനാണ്. അയൺമാനായിട്ട് നമ്മൾ കുറച്ച് കുശല സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ലാസ്റ്റ് മിനിറ്റ്സിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ പരിപാടി വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിരാവിലെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ്. അത്ലറ്റ്സുകളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമ്മൾ TMRൻ്റെ ജേഴ്സിയൊക്കെ അണിഞ്ഞിങ്ങനെ KK TMRൻ്റെ സെക്രട്ടറി KK ഉണ്ട്, സദക്കത്തുണ്ട്, റിഷാദ് ഉണ്ട്, റഫീഖ ഉണ്ട്. എല്ലാവരും ഒരു ഭാഗത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബിൻ്റെ കാലിക്കറ്റ് പെഡലേഴ്സിൻ്റെ എല്ലാവരും ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഇറങ്ങാനുള്ള എല്ലാ അത്ലറ്റ്സുകളും വെള്ളത്തിലിറങ്ങിയിട്ട് സെറ്റായി നിൽക്കുകയാണ്. ഇത് മജീദ് ഖാ ഏകദേശം 72 ഇയർ ഏജുള്ള ഒരാളാണ്. മജീദ് കാക്ക സ്പോർട്സ് സ്പിരിറ്റിൽ അങ്ങനെ ഇറങ്ങിയിട്ട് സെറ്റായിട്ട് ഒരു വിസിലിന് വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. പ്രസിയേട്ടന് ആണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ്. പ്രസിയേട്ടൻ നഫീസ്ക അയൺമാനാണ്. ഫസ്റ്റ് റൗണ്ടിൽ നീന്തൽ കഴിഞ്ഞിട്ട് ഇനി 25 കിലോമീറ്റർ സൈക്ലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് 5 കിലോമീറ്റർ റണ്ണിങ്ങും ഉണ്ട്. അപ്പോൾ ഒരു അത്ലറ്റിന് അതിൻ്റെ മത്സരം കംപ്ലീറ്റ് ആവും.
അടുത്ത അത്ലറ്റും സ്വിമ്മിങ് കംപ്ലീറ്റ് ചെയ്ത് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സൈക്ലിങ് ആ ഒരു ലൊക്കേഷനിലെ മെയിൻ റോഡിൽ വെച്ചിട്ടാണ് സൈക്ലിങ് റോഡിലായതുകൊണ്ട് ഓരോ ജംഗ്ഷനിലും ട്രാഫിക്കിലൊക്കെ നമ്മുടെ വളണ്ടിയേഴ്സ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ രേഖപ്പെടുത്തും എത്ര കിലോമീറ്ററായി എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ട് വേണം ഇവിടുന്ന് പിന്നെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. സ്വിമ്മിങ് കഴിഞ്ഞിട്ട് റൺ ചെയ്യാനുള്ള സൈക്കിളുകളൊക്കെ ഇവിടെ അതിൻ്റെ ഹെൽമെറ്റ്, സൈക്ലിംഗ് ഗ്ലൗ മൊത്തം എടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ അതാ മീനാക്ഷിയും സ്വിമ്മിങ് കഴിഞ്ഞിട്ട് അടുത്തത് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയതാണ്. ശ്രീജിത്ത് ടൈസൺ യോഗി അടുത്ത സ്വിമ്മിങ്ങിന് അടുത്ത റൗണ്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്ട്രെച്ചിങ്ങിലാണ്. കമന്റ് എന്താ വരിക അറിയോ? നമുക്ക് മണ്ണിലും പറ്റുന്നു. നമ്മൾ മണ്ണിലും തിന്നു. കാലിക്കറ്റ് പെഡലേഴ്സിൻ്റെ ഒഫീഷ്യൽ ടീമാണ്. ഇവരാണ് ഇതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഇവിടെ ഡെസ്കിൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നത്. സമദ് നിലമ്പൂരിലുള്ള സൈക്ലിസ്റ്റാണ് കാലിക്കറ്റ് പെഡലേഴ്സിൻ്റെ. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത അത്ലറ്റ്സുകളാണ്. അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് തിരിച്ചു വന്നിട്ട്. നെക്സ്റ്റ് റൗണ്ടിൽ കഫേ വർക്ക് സ്റ്റാളിൻ്റെ രാമനാണ് സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ്മാൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. ആൻഡ്മാൻ്റെ ഫുൾ ഫാമിലിയാണ്. ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി തന്നെ സ്പോർട്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹാപ്പി മൈൻഡുള്ളൊരു ഫാമിലിയാണ്.
Don't say you're on the run to the other side, my love. You say you wanna try, but you never do. Sugar, there's a reason why we lose. Welcome, Ahmad Ka. മജീദ് ഖാൻ നമ്മുടെ ട്രയാത്ലോൺ തുടങ്ങിയത് മുതൽ നമ്മളെ ട്രയാത്ലോണിൽ പങ്കെടുക്കുന്ന ആളാണ്. 72ാമത്തെ വയസ്സിലും നമുക്ക് എല്ലാ ആവേശവും പകർന്നുകൊണ്ട് അദ്ദേഹം 72ാമത്തെ വയസ്സിലും നമുക്ക് ഈ 6ാമത്തെ എഡിഷനിലും പങ്കെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ വെലോ ഊട്ടിയിൽ കാലിക്കറ്റ് നിന്ന് ഊട്ടിയിലേക്കുള്ള 155 കിലോമീറ്റർ സൈക്കിൾ റേസിംഗിലും പങ്കെടുത്തിട്ടുള്ള ആളാണ് മജീദ് ഖാൻ. കഴിഞ്ഞ 2 മാസം മുന്നേ പോലും കൂർഗിലേക്കുള്ള ഒരു റൈഡും കൂടി മജീദ് തന്നെ അറേഞ്ച് ചെയ്ത റൈഡാണ്. ആ റൈഡും കൂടി നമ്മൾ ഒന്നിച്ച് ചെയ്തതാണ്. ഇപ്പോഴും നമുക്കെല്ലാം ആവേശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മജീദ് ഖാൻ. മജീദ് ഖാക്ക് മെഡൽ കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA അഹമ്മദ് ദേവർഗോവിൽ അവരെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ഗായത്രി ക്ഷണിക്കുകയാണ്. ഗായത്രി ആദ്യമായിട്ടാണ് തോന്നില്ല ഇവിടെ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഗായത്രി പങ്കെടുക്കുന്നത്. ഇനി എല്ലാ പ്രാവശ്യം ഗായത്രി അവിടെ ഉണ്ടാവുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അടുത്തത് മിസ്റ്റർ അരുണാണ്. അരുൺ വരുന്നത് എറണാകുളത്ത് നിന്നാണ് അല്ലെ? കറക്റ്റ് എറണാകുളത്ത് നിന്നാണ് എത്തുന്നത്. അരുൺ ഒരു സൈക്ലിസ്റ്റ് ആണ്. നമ്മളെ സൈക്ലിംഗ് ഒന്നിച്ച് പല പരിപാടികളിലും ഒന്നിച്ച് സൈക്കിൾ ചെയ്തതാണ്. അപ്പം അരുണിനെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. താങ്ക് യു അഹമ്മദ് ഖാൻ. അഹമ്മദ് ഖാക്ക് തിരക്കുള്ളത് കാരണം അടുത്തൊരു പരിപാടിയിലേക്ക് പോകാനുള്ള തിരക്കുണ്ട്. അത് കാരണം നമ്മൾ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കുകയാണ്. താങ്ക് യു. ഇവിടെ ട്രയാത്ലോൺ ചെയ്ത് അതുപോലെ തന്നെ കോഴിക്കോട് ഊട്ടിയിലേക്കുള്ള നമ്മളെ ചാലഞ്ച് വെലോ ഊട്ടി അതുപോലെയുള്ള നമ്മളെ ചാലഞ്ചുകളൊക്കെ തന്നെ വന്ന് അവസാനം ഇപ്പൊ അയൺമാൻഷിപ്പും ദുബായിലും പിന്നെ എവിടെ ചെയ്ത് ഗോവ. ഓക്കെ, അയൺമാൻ ആയിട്ടുള്ള ശ്രീജിത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഓടി വന്നപ്പോഴേ മൈൻഡൊന്ന് ചതിപ്പോയി. ഞാൻ ഫെഡറേഷനിലേക്ക് വരുന്നത് 2016 വെലോ ഊട്ടി ആഡ് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുവരെ എന്റെ കയ്യിൽ ബേസിക് ആയിട്ട് ഷോർട്സ് ഒന്നും ഇല്ലാന്ന് റേസ് ചെയ്തു. അങ്ങനെ 165 കിലോമീറ്റർ 14 മണിക്കൂർ എടുത്ത് ഞാനാണ് ലാസ്റ്റ് എത്തിയത്. ഓക്കെ, അതൊരു ചലഞ്ചായിരുന്നു എൻ്റെ മൈൻഡിന്. എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. കുറേ കാര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം ഞാൻ പഠിച്ചു. പിന്നെയാണ് നമ്മൾ ട്രയാത്ലോൺസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്. സ്വിമ്മിങ് വളരെ വീക്കായിരുന്നു. നമ്മുടെ നാടൻ കുളത്തിലുള്ള ടച്ച് തല്ലുള്ള സ്വിമ്മ് മാത്രമായിരുന്നു. ഈ ട്രയാത്ലോൺസിനാണ് എന്നെ അയൺമാൻ വരെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തത്, കൂടുതൽ പഠിക്കാനും. സോ ഇവിടെ ഇന്ന് 2 പേര് ഷീഗിൽ ക്രോമെന്നും ക്രിസും ഗോവ എത്താത്ത സെമി പോയിട്ട് അയൺമാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ അയൺമാൻമാർ നമ്മുടെ നാട്ടിൽ നിന്ന് വരണം. ഈ സ്പോർട്ടിനെ പോപ്പുലർ ആക്കണം. It's not an easy sport. 3 sport in a day is tough. Okay, but ലാസ്റ്റ് ഇയറിനൊക്കെ കൂടുതൽ മെമ്പർഷിപ്പ് നമുക്ക് എൻട്രീസ് ഉണ്ട്, കുറേ അമച്ചേഴ്സ് ഉണ്ട്. സോ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. വളരെ അടിപൊളിയായിട്ട് സൂപ്പർ. നെക്സ്റ്റ് ഇയർ നമുക്ക് അടിപൊളിയാക്കണം, കൂടുതൽ ആൾക്കാർ നമുക്ക് കൊണ്ടുവരണം. താങ്ക് യു. ശ്രീജിത്തിന് പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സ്കൂളിൽ പകരം കടലാക്കി കൂടെ എന്നുള്ളത്. കടലിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഒരു ബേസിക് സാധനത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ട് അവർ പിന്നെ കടലുള്ളതോ അല്ലെങ്കിൽ ലേക്കിൽ നടക്കുന്നതിലോ ഒക്കെ പോട്ടെ. പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ കാലിക്കറ്റ് പെഡ്ലേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കാലിക്കറ്റ് പെഡ്ലേഴ്സിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇവന്റ് തന്നെ ചെയ്തെടുക്കാൻ എത്ര പ്രയാസം എന്നുള്ളത്. പക്ഷെ ഇതിൽ 2 വർഷം ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് പിന്നീട് നമ്മൾ പല ആളുകളും ഇവിടുന്ന് ഇതിന് ശേഷം ദുബായിൽ പോയിട്ടും മലേഷ്യയിൽ പോയിട്ടൊക്കെ അയൺമാൻഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്.
talking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. So can you tell me from പേര് അരുൺജു ഉണ്ണികൃഷ്ണൻ, തൃശ്ശൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ സെറ്റിൽഡാണ്. ട്രയാത്ലീറ്റ് ആവാന്ന് പറയുന്നത് ഒരു ഡ്രീമായിരുന്നു. പക്ഷെ നീന്തൽ ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. 2 മാസം മുന്നേ നീന്തൽ പഠിച്ചത്. ആൻഡ് ഐ ഡിഡ് മൈ ഫസ്റ്റ് എവർ ട്രയാത്ലീൻ ലാസ്റ്റ് വീക്ക് ഇൻ പോണ്ടിച്ചേരി, where I was again on podium, overall second and age category first, and it is extremely delightful to stand here because ഇത് ഈ ഇവന്റ് പലതവണ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവന്റിൽ എന്തായാലും പങ്കെടുക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ റിക്കവറി പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ഇവന്റാണ്. അപ്പോൾ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നല്ല വെതറായിരുന്നു, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. താങ്ക്സ് ടു ഓൾ ദി ഓർഗനൈസേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ്. കുട്ടികളെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് 2 കുട്ടികൾ ഇവിടെ വോളണ്ടിയർ ചെയ്തത് ഭംഗിയായിട്ട് വോളണ്ടിയർ ചെയ്യാൻ കണ്ടു. ഹാറ്റ്സ് ഓഫ് ടു ദം, അമേസിംഗ് സപ്പോർട്ട്. താങ്ക്സ് എവരിവൺ. ഫ്രാൻസിസ്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ ട്രെയിനറായിട്ട് നിൽക്കുന്നു. കൂടെ ചെയ്യുന്നത് ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ക്ലബിൽ, പ്രൈവറ്റ് ക്ലബിൽ ട്രെയിനറായിരുന്നു. I request Majidka to please present the certificate for the winners. Gino Worki. Sorry, it's in second position, okay? Third position is Arunjit Unnikrishna. നമ്മുടെ പ്രിയപ്പെട്ട മജീദ്ക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ ഉപഹാരമാണ്, സ്പെഷ്യൽ മെമന്റോ നൽകുന്നത്. മജീദ്ക്കാരുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒപ്പം സമ്മാനം നൽകുന്നത്, മെമന്റോ നൽകുന്നത് പ്രതിഭ. കൺഗ്രാറ്റുലേഷൻസ് മജീദ്ക്കാരുടെ എല്ലാവിധ സപ്പോർട്ടും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ മഹത്തായ ഒരു പാർട്ടിസിപ്പേഷനാണ് വന്നേക്കുന്നത്. ദിനേശ് കെ ബാലൻ. അടുത്ത കൺഗ്രാറ്റുലേഷൻസ് ആഷിഖ് സിയസ്. From London to Taiwan, I've been all താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.